ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് DLED കോഴ്സിലെ ഇംഗ്ലീഷിൻ്റെ തേർഡ് സെമിസ്റ്ററുമായിട്ടാണ്. അതായത് പേപ്പർ 304 ആണ്. നമ്മളിതുവരെ 104ഉം 204 അതായത് സെക്കൻഡ് സെമ്മും ഫസ്റ്റ് സെമ്മും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് തേർഡ് സെമ്മിക്കാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ സെക്കൻഡ് സെമിസ്റ്ററും ഫസ്റ്റ് സെമിസ്റ്ററും നന്നായിട്ട് കേട്ട് പക്കയായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കാണാത്തവർ ആദ്യം അത് കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ സെമിസ്റ്റർ 3ൻ്റെ വീഡിയോ കാണാം. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് അറിയിക്കണം. അതേപോലെ തന്നെ ആരെങ്കിലും ഇനി സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നവരും അതേപോലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. നമുക്ക് സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞിട്ട് തേർഡ് സെമിസ്റ്ററിൻ്റെ പേര് വരുന്നത് ടീച്ചിങ് കോമ്പിറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നതാണ്. അതായത് ഒരു ടീച്ചിങ് കോമ്പിറ്റൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള ടീച്ചിങ് കോമ്പിറ്റൻസിനെ കുറിച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ യൂണിറ്റ് 1ൻ്റെ പേര് എഫക്റ്റീവ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ. അതിൽ ഒരു ക്ലാസ് റൂം ട്രാൻസാക്ഷൻ്റെ എഫക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ടീച്ചർ ടോക്കിനെ കുറിച്ചാണ്. ടീച്ചർ സാധാരണ ക്ലാസ് റൂമിൽ പറയുന്ന ഒന്നാണ് ടീച്ചർ ടോക്ക് എന്നത്. ടീച്ചർ ടോക്ക് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടീച്ചർ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് നേരെ മിണ്ടാതെ ഇങ്ങനെ നിന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ എന്താണ് ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പറയുന്നുണ്ട് ആൾ ടീച്ചേഴ്സ് ന്യൂ ടു ടോക്ക് ഇൻ ദ ക്ലാസ് റൂം. എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യണം, ക്ലാസ് റൂമിൽ ടോക്ക് ചെയ്യണം. ആസ് ദ ലേണേഴ്സ് ആർ കൺസേൺ ഹൂസ് സെക്കൻഡ് ലാംഗ്വേജ് ഈസ് ഇൻ ഇംഗ്ലീഷ്. അവിടെയൊക്കെ എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് വരുന്നത്. പിന്നെ വരുന്നത് ടീച്ചർ ടോക്ക് ഇൻക്ലൂഡ്സ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ടീച്ചേഴ്സ് poses in the classroom, the discussion that is initiated on a specific issues theme, and also the instructions that she or he gives to the learners അറ്റ് വേരിയസ് ലെവൽസ് ആൻഡ് പോയിൻറ്റ്സ്. അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പോയിൻ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറഞ്ഞത്, ഒരു ടീച്ചർ ടോക്ക് എങ്ങനെയായിരിക്കും അധികം ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് എന്ത് അവിടെ ടീച്ചർ ടോക്ക് കൂടുതലായിട്ട് വരിക. ഇനി ഇവിടെ പറയുന്നത് ജനറേറ്റിംഗ് ഡിസ്കഷൻസ് ആണ്. അതായത് നമ്മൾ ഈ ഡിസ്കഷൻസ് സൃഷ്ടിക്കുക, ക്രിയേറ്റ് ചെയ്യാണ് ജനറേറ്റിംഗ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞാൽ ദ കൺസ്ട്രക്റ്റീവ്സ് പാരഡിഗ്സ് അബൌട്ട്സ് ഹൗ ടു നോ ജനറേറ്റ് ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് കുട്ടികൾക്ക് സംസാരിക്കാനുള്ളതും അതേപോലെ കുട്ടികളിൽ നിന്ന് നമ്മൾ ഓരോ സംശയങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ നമ്മൾ അവിടെ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തത് പറയുന്നത് ഇൻ ദ പ്രസൻറ്റ് ക്ലാസ് റൂം, അതായത് ഈ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ സെനറിയോ ദർ ആർ ചാൻസസ് ഓഫ് ഡിസ്കഷന് ചാൻസ് ഉണ്ട്, സെമിനാറിന് ചാൻസ് ഉണ്ട്, പ്രൊജക്റ്റിന് ആൻഡ് സിമിലർ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ പറയുന്നത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് എലിസിറ്റിംഗ് റെസ്പോൺസ്. നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, അപ്പോൾ അവരുടെ റെസ്പോൺസും കൂടെ നമ്മൾ അവിടുത്തെ പ്രതികരണങ്ങൾ, കുട്ടികൾ പറയുന്ന പ്രതികരണം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. വൈൽ എ ടീച്ചർ ഹാസ് ടു സ്പെൻഡ് സം ടൈം ഇൻ ദ ക്ലാസ് റൂം, ഷീ ഇൻട്രാക്ട് വിത്ത് ദ ചിൽഡ്രൻ ത്രൂ ക്വസ്റ്റ്യൻസ്, ഡയലോഗ്സ് ആൻഡ് ഗിവിങ് റെസ്പോൺസസ് ടു ദെയർ ഡൗട്ട്സ്. കുട്ടികളോട് എന്ത് ചെയ്യുക, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവർക്ക് പുതിയ പുതിയ ഡയലോഗ്സുകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ റെസ്പോൺസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ അവിടെ ചെയ്യണം. അടുത്തത് വരുന്നത് അവരുടെ ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തത് വരുന്നത് റീഇൻഫോഴ്സിങ് ആൻഡ് എൻകറേജിങ്, അതായത് ഒന്ന് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക, അതായത് ശക്തിപ്പെടുത്തലും പ്രോത്സാഹനം നടക്കുകയൊക്കെ ചെയ്യുക. അതിൽ വരുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏരിയാസ് of teacher talk which requires a major concern from the part of teachers. Teacher wish to have positive talks should always keep റീഇൻഫോഴ്സിങ് ആൻഡ് എൻകറേജിങ് വൈൽ ഇൻട്രാക്ടിങ് വിത്ത് ദം. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കുട്ടികളിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പാടുള്ളൂ, നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ടാക്ക് അവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ നിന്ന് കൊടുത്ത കുട്ടികൾ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയുന്ന ടീച്ചർമാരെ, അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാതിരിക്കുക, അതായത് പഠനം മാത്രം ക്ലാസ്സിൽ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനേ താല്പര്യം ഉണ്ടാവില്ല, ആ ടീച്ചറോട് ഇൻട്രാക്ട് ചെയ്യാനേ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾ ആ ക്ലാസ് റൂമിൽ വന്നാൽ ഫുൾ ആക്റ്റീവായിരിക്കുക. ആ ടീച്ചർ അവിടെ വന്ന് പോയി എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം. ആ രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മേജറായിട്ടും പോസിറ്റീവ് ടാക്സ് നമ്മൾ കൊണ്ടുവരിക. അതേപോലെ തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു റീഇൻഫോഴ്സിങ്, ഒരു ബലം കൊടുക്കുക. അതേപോലെ എൻകറേജിങ്, ഒരു പ്രോത്സാഹനമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക.
അടുത്തത് പറയുന്നത് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡയറക്ഷൻസ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൾക്ക് ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതേപോലെ പെൻസിലുണ്ട്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ടീച്ചർ ഹാസ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡയറക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും നമ്മളതായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇനി അതിൽ വരുന്നത് ഗിവിങ് ഫീഡ്ബാക്ക് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് സെഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി, അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ ഫീഡ്ബാക്ക് സെഷൻ order to understand the level of achievement of children in a particular area. ഒരു പ്രത്യേക ഏരിയയിൽ നമ്മൾ എടുത്തിട്ട് ആ കുട്ടികൾക്ക് എത്രത്തോളം, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടികൾക്ക് എത്രത്തോളം അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുക. കുട്ടികളെ കൊണ്ട് മറ്റു കുട്ടികളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമൊക്കെ എന്താണ് ക്ലാസ്സിൽ ഇൻട്രാക്ഷന് കൂടുതലായിട്ട് വരും. ഇനി അടുത്തത് എൻഗേജിങ് ഇൻ ഫോർമൽ ടോക്ക്, അതായത് അറ്റ് ദ എവറി ബിഗിനിങ് ഓഫ് ദ ഈച്ച് ക്ലാസ്, എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോഴേ അവസാനിക്കുന്ന അതുവരെ ടീച്ചർ ഷുഡ് എൻഗേജ് എ ഫോർമൽ ടാക്സ് വിത്ത് ദ ചിൽഡ്രൻ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് കുട്ടികളോട് ഇങ്ങനെ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എൻഗേജിങ് ഇൻ ഫോർമൽ ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്നത് ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ ടോക്കാണ്. അതായത് ടീച്ചർ ടോക്കിൻ്റെ ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ്, അതിൽ കുറച്ച് പോയിൻറ്റ്സ് ആണ്, വിശദീകരിക്കാനൊന്നും വരില്ല, പോയിൻറ്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിലൊന്നാണ് സെൻസ് ഓഫ് ഹ്യൂമർ, പിന്നെ സൗണ്ട് നോളജ് ഓഫ് ദ സബ്ജക്റ്റ്, മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് സ്റ്റൈൽ ഓഫ് യൂസിങ് ലാംഗ്വേജ് ആർ ദ parameters that determine the quality of talk. അടുത്തത് the utterance of words, ദാറ്റ് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. അതിൽ ലാസ്റ്റായിട്ട് വരുന്നത് ഇൻറ്റോണേഷൻ, സ്ട്രെസ്സ്, പോസ്, പിച്ച് ആൻഡ് റിതം. ഇത്രയാണ് ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ ടോക്ക് വരുന്നത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കുറിപ്പ് എഴുതാൻ വന്നാൽ നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് വിശദീകരിച്ചാൽ മതി. സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ നമുക്കറിയാം. സൗണ്ട് നോളജ് ഓഫ് ദ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ്. മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് സ്റ്റൈൽ ഓഫ് യൂസിങ് ലാംഗ്വേജ് ആർ ദ പാരാമീറ്റേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്വാളിറ്റി ഓഫ് ദ ടോക്ക്. അവിടെ വരുന്നത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് പ്രസൻറ്റേഷൻ, അവതരണത്തിൻ്റെ സ്റ്റൈല്, അതേപോലെ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജിനെ കുറിച്ചൊക്കെയാണ്. അടുത്തത് അട്രൻസ് ഓഫ് വേർഡ്സ് വിത്ത് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണമൊക്കെ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിരിക്കണം. അടുത്തത് ഇൻറ്റോണേഷൻ, അതായത് അന്തർലീനത, സ്ട്രെസ്സ്, സമ്മർദ്ദം, പോസ്, നിർത്തൽ, പിച്ച്, നമ്മുടെ പിച്ചുകൾ ആൻഡ് റിതംസ്, താളങ്ങൾ, ഇതൊക്കെ എന്തായിരിക്കണം, കറക്റ്റായിരിക്കണം. ഇതാണ് ഒരു ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ ടോക്ക്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റീസ് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തത് വരുന്നത് ഒരു വേറെ ടോപ്പിക്കാണ്, പാരാലിംഗ്വിസ്റ്റിക്സ്. എന്താ പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് റോൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കാൾഡ് പാരാലിംഗ്വിസ്റ്റിക്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിനെയാണ് നോൺ വെർബൽ, പറഞ്ഞല്ലോ. ദ സ്റ്റഡി ഓഫ് എ റോൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കാൾഡ് പാരാലിംഗ്വിസ്റ്റിക്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അതിൽ താഴെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പാരാലിംഗ്വിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. വോളിയം, സ്പീഡ് ഓഫ് വോയിസ്, ഇൻറ്റോണേഷൻ, ടോൺസ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് വരുന്നത് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ യൂണിറ്റിലുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് യൂണിറ്റ് വരുന്നത് അസസ്മെൻറ്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. എന്താണ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തൽ, അതായത് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ അസസ്മെൻറ്റിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഈസ് പോർട്ട്ഫോളിയോ. A portfolio is a systematic collection of a variety of learners' work representing a range of learners' performance. അതായത് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താ, ഒരു സിസ്റ്റമാറ്റിക് കളക്ഷനാണ്. എന്തിന്, എ വെറൈറ്റി ഓഫ് ലേണേഴ്സ് വർക്ക്, അതായത് ഒരു കുട്ടി പഠിക്കുന്നതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ അവിടെ വന്നിട്ടുണ്ടാവും. എന്തിന്, എ റേഞ്ച് ഓഫ് ലേണേഴ്സ് പെർഫോമൻസ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, ആ കുട്ടികൾ, ആ പഠിതാക്കളിലുള്ള പെർഫോമൻസിനെ കാണിക്കുന്നതാണ് പോർട്ട്ഫോളിയോ. അടുത്ത പോയിന്റ്, പോർട്ട്ഫോളിയോ capitals on learners' natural tendency to save their products and become ineffective. ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നതിലൂടെ ആ ഒരു കുട്ടി നേടിയെടുക്കും എന്ത്, നമ്മളിപ്പോൾ സൂക്ഷിച്ചു വെക്കാനും, സേവ് ദെയർ പ്രൊഡക്ട്സ്, അതായത് അവരുടെ പ്രൊഡക്റ്റ് സേവ് ചെയ്യാനും, ബിക്കം എഫക്റ്റീവ്, എങ്ങനെ നല്ല രീതിയിൽ സേവ് ചെയ്യാനൊക്കെ കുട്ടികൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ആൻ എവിഡൻസ്, അതെന്താണ്, ഒരു തെളിവാണ്, ഓഫ് ലേണേഴ്സ് അച്ചീവ്മെൻറ്റ്, എന്തിന്, കുട്ടികൾ പഠിച്ച് എന്ന് നേടിയെടുത്തതിനുള്ള ഒരു തെളിവാണ് എന്ത്, ഈ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. എന്താണ്,
ഈ വിലയിരുത്തലിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർട്ട്ഫോളിയോ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, കാലാകാലത്തിനുള്ളതാണ്. അതായത് കണ്ടിന്യൂസ് ഒരു വർഷം മൊത്തമായിട്ട് നോക്കുന്നതാണ് എന്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്നത് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സുകളാണ്. എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഓൺ ഗോയിങ്. അതെന്താണ് ഒരു കണ്ടിന്യൂസ്? ഞാനിപ്പോൾ പറഞ്ഞു ഓൺ ഗോയിങ് ആണ്. അതായത് വർഷത്തിൻ്റെ അവസാനത്തിലൊക്കെയാണ് എന്ത് ചെയ്യുക പോർട്ട്ഫോളിയോ നോക്കുള്ളൂ. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഓരോ വർക്ക് ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് വരുന്നത് പോർട്ട്ഫോളിയോസ് can help teacher to monitor and evaluate learning progress over time. അതായത് ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് കുട്ടികളുടെ പോർട്ട്ഫോളിയോ നമുക്ക് ഇവാലുവേറ്റ് വിലയിരുത്താനൊക്കെ എന്ത് ചെയ്യും, അത് എത്രത്തോളം കുട്ടി അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടീച്ചർക്ക് അത് വെച്ചിട്ട് നമുക്ക് വാലുവേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് പോർട്ട്ഫോളിയോസ് ക്യാൻ എൻകറേജ് സ്റ്റുഡൻസ് ടു ടേക്ക് മോർ ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓവർ ദ ലേണിംഗ് പ്രോസസ്സ്. അതായത് ഒരു പഠന പ്രക്രിയയിലെ ഈ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയ ഒന്നാണ്. അതായത് കുട്ടികൾ സ്വയം നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് അവർക്ക് തന്നെയാണ്. അവരത് എങ്ങനെയൊക്കെയാണ് അത് കൊണ്ട് നടക്കുന്നത്, അതൊക്കെ എന്ത് ചെയ്യും, അവർക്ക് അതിലെന്താണ്, അവർ സ്വന്തമായിട്ട് എൻകറേജ്, അവരുടെ കഴിവുകൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അടുത്തത് വരുന്നത് പോർട്ട്ഫോളിയോ ക്യാൻ ബി ആൻ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ, പാരൻസ്, പിയേഴ്സ്. എന്താ പറഞ്ഞത്, പോർട്ട്ഫോളിയോ ക്യാൻ ബി ആൻ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. അതെന്താണ്, ഒരു എന്തുകൊണ്ടും നന്നായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. എങ്ങനെ, ബിറ്റ്വീൻ സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് തമ്മിലുള്ള, പിന്നെ പാരൻസ് തമ്മിൽ, പിയേഴ്സ് സുഹൃത്തുക്കൾ തമ്മിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് പോർട്ട്ഫോളിയോ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് പോർട്ട്ഫോളിയോൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പോർട്ട്ഫോളിയോ ആണ്, അതായത് ഇലക്ട്രോണിക് പോർട്ട്ഫോളിയോ. ആൻഡ് ഈ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസ് അസംബിൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ സ്റ്റുഡൻസ്. എന്താണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? സ്റ്റുഡൻസ് കളക്ട് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസുകളാണ്, സാങ്കേതിക എവിഡൻസുകൾ. അതിൽ പിന്നെ വരുന്നുണ്ട് സച്ച് ഡിജിറ്റൽ എവിഡൻസ് മേ ഇൻക്ലൂഡഡ് ഇൻപുട്ട് ടെക്സ്റ്റ്, ഇലക്ട്രോണിക് ഫയൽസ്, ഇമേജ്, മൾട്ടിമീഡിയ, ബ്ലോഗ്സ്, എൻട്രീസ് ആൻഡ് ഹൈപ്പർ ലൈൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? അതായത് ഒരു ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇൻപുട്ട് ടെക്സ്റ്റ്, അതേപോലെ ഇലക്ട്രോണിക്കൽ ഫയൽസ്, പല ഫയൽസുകൾ, ഇമേജുകൾ, മൾട്ടിമീഡിയാസ്, വീഡിയോസ്, ബ്ലോഗ് എൻട്രീസ്, അങ്ങനെ പല കാര്യങ്ങളാണ് ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വൈ യൂസ് ഈ പോർട്ട്ഫോളിയോസ് എന്നാണ്, അത് എന്തുകൊണ്ടാണ് ഈ പോർട്ട്ഫോളിയോസ് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ അതിൽ വരുന്നത് ആൻഡ് ഈ പോർട്ട്ഫോളിയോ ക്യാൻ റിഫ്ലക്റ്റ് ദ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോസസ്സ് ആൻഡ് പ്രോഗ്രസ്. നമുക്ക് എന്ത് ചെയ്യുക, ഈ പോർട്ട്ഫോളിയോ എന്നുള്ളത് കുട്ടികളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും, എങ്ങനെ, ലേണിംഗ് പ്രോസസ്സായിട്ട്, അതേപോലെ ഇവരുടെ പ്രോഗ്രസ് ആയിട്ട്. അടുത്തത് വരുന്നത് ടെക്നോളജി ഇനാബിൾസ് ദ യൂസ് ഓഫ് എ റേഞ്ച് ഓഫ് മീഡിയ, വീഡിയോ, സൗണ്ട് ആൻഡ് ഇമേജ്. എന്താ പറഞ്ഞത്, ടെക്നോളജി ഇനാബിൾസ്, ടെക്നോളജി നമുക്ക് തരും ദ യൂസ് ഓഫ് റേഞ്ച് ഓഫ് മീഡിയ, നമുക്ക് യൂസ് ചെയ്യുക എന്തൊക്കെ, മീഡിയ, വീഡിയോ, സൗണ്ട് ആൻഡ് ഇമേജ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ്, ഈ സ്റ്റുഡൻസ്, ടീച്ചർ, പിയേഴ്സ്, പാരൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് പ്രൊവൈഡഡ് ഫീഡ്ബാക്ക് ഓൺ ദെയർ ലേണിംഗ്. ഈ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ടീച്ചറിനും പിയേഴ്സിന്, സുഹൃത്തുക്കളിന്, പാരൻസ്, രക്ഷിതാക്കൾക്ക് ക്യാൻ പാർട്ടിസിപ്പേറ്റ്, എന്ത് ചെയ്യുക, പങ്കെടുക്കാം. ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്, അതിലെന്ത് ചെയ്യുക, നമുക്ക് എത്രത്തോളം ഇത് ഉപകരിച്ചു എന്ന് ഫീഡ്ബാക്കും കൊടുക്കുക ഓൺ ദെയർ ലേണിംഗ്, അവരുടെ പഠനത്തിൽ. അടുത്തത് വരുന്നത് ഓൺലൈൻ അസസ്മെൻ്റ് ആണ്. ഈ പോർട്ട്ഫോളിയോ കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ അസസ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഓൺലൈൻ അസസ്മെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്സാമിന് ചോദിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓൺലൈൻ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ന്യൂ ടെക്നോളജീസ് സച്ച് ആസ് ദ വെബ്, ഡിജിറ്റൽ വീഡിയോ, സൗണ്ട്, ആനിമേഷൻസ് ആൻഡ് interactively are providing tools that can make assessment design and implementation more efficient, timely and sophisticated. അതായത്
നമുക്ക് ഈ ഓൺലൈൻ അസസ്മെൻറ്റ്, അതായത് ഓൺലൈനായിട്ട് നമ്മൾ വിലയിരുത്താണ്. ഇതെന്താണ്, ഒരു ന്യൂ ടെക്നോളജീസാണ്. അതും എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? വെബ്, ഡിജിറ്റൽ വീഡിയോ, സൗണ്ട്, ആനിമേഷൻ ആൻഡ് ഇൻട്രാക്റ്റീവ്ലി. ഇതൊക്കെ എന്താണ്, നമ്മൾ ഇതൊക്കെ കുട്ടികൾ ചെയ്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നോക്കിയിട്ട് എത്രത്തോളം കുട്ടികൾ പഠന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് പോർട്ട്ഫോളിയോ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അസസ്മെൻറ്റ് ഈസ് മോർ വൈഡ്ലി യൂസ്ഡ് നവഡേയ്സ്. ഇന്നത്തെ കാലത്ത് ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യണ ഒന്നാണ്. ഇറ്റ് മേക്സ് അസസ്മെൻറ്റ് മോർ ഒബ്ജക്റ്റീവ്. ഇതെന്താണ്, കൂടുതൽ വസ്തുതയാക്കുകയാണ്. അതായത് ഇതിൽ എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഓൺലൈനാണ്. അപ്പോൾ എറേഴ്സുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇതിൽ പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഓൺലൈൻ അസസ്മെൻറ്റ് ടൂൾസ് ആണ്. അതായത് ഈ ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് പോയിൻറ്റ്സുകളുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഗ്രേറ്റ് സൊല്യൂഷൻ ഫോർ ബിസി ക്ലാസ് ഷെഡ്യൂൾ. അതായത് ബിസി ക്ലാസ്സിനൊക്കെ എന്ത് ചെയ്യുക, ഇതൊരു ഗ്രേറ്റ് സൊല്യൂഷനാണ്. അടുത്തത്, ഈസിയർ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് ഫോർ ആൾ ടൈപ്സ് ഓഫ് ടെസ്റ്റ് വിയ മൊബൈൽ ആപ്സ്. നമുക്ക് എന്ത് ചെയ്യുക, ഒരു മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്തും എല്ലാ രീതിയിലും നമുക്ക് ഗ്രേഡ് കണ്ടെത്താം. ടൈപ്സ് ഓഫ് ടെസ്റ്റ്, അതായത് ടെസ്റ്റുകൾ നമുക്ക് മൊബൈൽ വെച്ചിട്ട് കണ്ടെത്താം. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജുകളാണ്. അടുത്തത്, ഫ്ലെക്സിബിൾ അസസ്മെൻറ്റ് മോഡൽസ്. അതൊക്കെ എന്താണ്, അസസ്മെൻറ്റ് മോഡൽസ്, അതായത് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ, മോഡലുകളൊക്കെ ഫ്ലെക്സിബിളാണ്, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. അത് അസസിങ് സ്റ്റുഡൻസ് ലേണിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഈസ് ക്രിട്ടിക്കൽ ടു സെക്യൂർ സക്സസ്. ഇതെന്താണ്, കുട്ടികളുടെ പഠനത്തെ സെക്യൂർ ആക്കുന്ന ഒന്നാണ്. അടുത്ത, ടീച്ചർ ക്യാൻ മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഗിവ് ഗൈഡൻസ്. ടീച്ചർക്ക് എന്ത് ചെയ്യുക, കുട്ടികളുടെ പ്രോഗ്രസ് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകാം. അടുത്ത, ടെക്നോളജി അലൗസ് ഫോർ ഓപ്പർച്യൂണിറ്റി ടു സെൽഫ് ആൻഡ് പ്യുവർ അസസ്മെൻറ്റ്. ഒരു ടെക്നോളജി അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഒന്ന് സെൽഫ്, അതായത് സ്വയം, പിന്നെ പ്യുവർ അസസ്മെൻറ്റ്, അതായത് ഒപ്പമുള്ള കുട്ടികളായിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വിലയിരുത്തൽ നടത്താം. അടുത്ത അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് എ ടൈം സേവിങ് ആൻഡ് മേക്ക് അസസ്മെൻറ്റ് മോർ ഈസിലി ആൻഡ് അക്യുറേറ്റ്. ഇതെന്താണ്, ഒരു ടൈം സേവിങ് മെത്തേഡാണ്. പിന്നെ മേക്ക് അസസ്മെൻറ്റ് മോർ ഈസി, അത് കൂടുതൽ ഈസി ആക്കും. ആൻഡ് അക്യുറേറ്റ്, അതിലെന്താണ്, എറേഴ്സുകൾ സാധ്യത കുറവാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, അഡ്വാൻറ്റേജസ് ആണ്. ഇനി വരുന്നത് ടേം ആൻഡ് അസസ്മെൻറ്റ്, അതായത് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ട് വിലയിരുത്തുന്നത്. ടേം ആൻഡ് അസസ്മെൻറ്റ് ഈസ് ദ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആഫ്റ്റർ എ ടേം. അതായത് എന്താണ്, ഒരു ടേം ആൻഡ് അസസ്മെൻറ്റ് ഈസ് ടേം അസസ്മെൻറ്റ് എന്താ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അതായത് വിലയിരുത്തലിന് ഓഫ് ലേണിംഗ് ആഫ്റ്റർ എ ടേം, അതായത് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ട് വിലയിരുത്തുന്നതിന് പറയുന്നതാണ് ടേം ആൻഡ് അസസ്മെൻറ്റ്. ദ ടേം ആൻഡ് അസസ്മെൻറ്റ് ഈസ് എ ടൂൾ ഫോർ പ്രൊമോഷൻ. ഇതെന്താണ്, ഒരു ക്ലാസ് കയറ്റത്തിൻ്റെ ഒരു ടൂളാണ്. ഇറ്റ് ഹാസ് എ വൈറ്റൽ റോൾ ഇൻ ദ പ്രസൻറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. അപ്പോൾ ഇതിൽ വരുന്നത് ടേം ആൻഡ് അസസ്മെൻറ്റ് എന്താണ്, കൊല്ലപ്പരീക്ഷ എന്നൊക്കെ പറയും, ആനുവൽ എക്സാം, ഇതൊക്കെ എന്താ ടേം ആൻഡ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. ഇതെന്താ, പ്രൊമോഷനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണ ഒന്നാണ്. പിന്നെ ഇതിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് തുടർച്ചയായിട്ടുള്ള വിലയിരുത്തലും. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റ് ഈസ് വെരി മച്ച് ഇൻറ്റഗ്രൽ ടു ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഒരു കുട്ടീനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അവരുടെ മേലൊരു കണ്ണ് വേണം. അപ്പോൾ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിലെന്താ, CCE എന്നാണ് ഇതിൻ്റെ സി മാർക്കൊക്കെ നമ്മൾ കൊടുക്കാനൊക്കെ എന്താണ്, നമ്മൾ ദിവസം കുട്ടികളെ നിരീക്ഷിക്കണം, ഓരോ ക്ലാസ്സിലും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കുട്ടികളെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് ഒബ്സർവേഷൻ, അതെന്താ, ഒരു ഒബ്സർവേഷനാണ്. ആൻഡ് സപ്പോർട്ട് ചെയ്യുക ടു ചിൽഡ്രൻ ഡ്യൂറിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതായത് കുട്ടികളെ സപ്പോർട്ടൊക്കെ ചെയ്യുക ഡ്യൂറിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതായത് പഠിപ്പിക്കുന്നതിലും കുട്ടികളെ പഠിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുക, അവരെ നിരീക്ഷിച്ചിട്ട്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് ഈസ് മീൻ ഫോർ മേക്കിംഗ് സെൻസ് ഓഫ്
ഇൻഫോർമേഷൻ കളക്റ്റഡ് ത്രൂ അസസ്മെൻറ്റ്. അതായത് വിലയിരുത്തൽ പ്രവർത്തനത്തിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് എത്രത്തോളം അത് കുട്ടികളുടെ ഫലവത്തായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പഠന നേട്ടം എത്രത്തോളം കുട്ടിയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കും. ഫീഡ്ബാക്ക് വിൽ ഹെൽപ്പ് ടീച്ചർ ടു റിഫ്ലക്റ്റ് ദർ ടീച്ചിങ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്. എന്താ പറഞ്ഞത്, ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും എങ്ങനെ, ടീച്ചേഴ്സിനെ ടു റിഫ്ലക്റ്റ് ദർ ടീച്ചിങ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. അതായത് ഒരു ടീച്ചർ പഠിപ്പിച്ചത് എത്രത്തോളം കുട്ടികളിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീഡ്ബാക്ക് നൽകാൻ പറ്റും. ആൻഡ് യൂസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്. പിന്നെ ആ ഒരു ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ ഉപയോഗം കുട്ടികളിൽ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് നൽകാം. അടുത്ത അസസ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റെക്കോർഡിംഗ്. അപ്പോൾ അസസ്മെൻറ്റും അതിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഓറൽ അസസ്മെൻറ്റ്, പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ, ഫ്രെയിമിംഗ്, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇനി നോക്കാനുള്ളത് കൺസ്ട്രക്ഷൻസ് ഓഫ് എ ലാംഗ്വേജ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് മുന്നേ ചെയ്യേണ്ടതെന്നാണ് ഇനി വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ഒന്ന് പ്ലാനിങ് ഓഫ് ടെസ്റ്റ്, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ദ ബ്ലൂ പ്രിൻറ്റ്, റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്, പ്രിപ്പറേഷൻ ഓഫ് ദ സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. അപ്പോൾ ഇതിൽ ഓരോന്നിച്ച് നോക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് നടത്താണ്. അതിലൊന്നാമത്തതാണ് പ്ലാനിങ് ഓഫ് ടെസ്റ്റ്. അതായത് നമ്മൾ ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതും ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ നടത്തേണ്ടി, അതിന് മാർക്ക് എത്രയാണ് കൊടുക്കേണ്ടി, അതിന് എത്ര സമയം കൊടുക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. അടുത്തത് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ് എന്ന് പറയുന്നതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിലൊന്നതാണ് വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്. അതായത് ഓരോ ആശയത്തിൻ്റെ വെയിറ്റേജുകൾ, അതിൽ ഹെഡിങ് ആണത്, അതിൽ എന്ത് ചെയ്യുക, 4 കോളാക്കുക, അതിൽ സീരിയൽ നമ്പർ കൊടുക്കണം, ഒബ്ജക്റ്റീവ്സ് അതായത് ആശയങ്ങൾ കൊടുക്കണം. ഓരോ ആശയങ്ങളും എത്ര സ്കോറിനാണ് കൊടുക്കുന്നത്, എത്ര പെർസെൻറ്റേജിലാണ് എന്ന് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത് വെയിറ്റേജ് ടു കണ്ടൻറ്റിൻ്റെ വെയിറ്റേജിന്, അതിൽ സീരിയൽ നമ്പർ ഉണ്ട്, കണ്ടൻറ്റ് ഉണ്ട്, സ്കോറിങ്, പെർസെൻറ്റേജ്. അടുത്ത് വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിൽ വെയിറ്റേജുകൾ, അതിൽ സീരിയൽ നമ്പർ വരുന്നുണ്ട്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോം ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഷോർട്ട് ടൈപ്പ്, പിന്നെ എസ്സേ ടൈപ്പ്. പിന്നെ അതിൽ വരുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, സ്കോഴ്സ് ഉണ്ട്, പെർസെൻറ്റേജ്. ഇങ്ങനെ 5 കോളാണ് ഉള്ളത്. ഇനി അതിൽ തന്നെ വരുന്നത് അടുത്ത സ്റ്റെപ്പാണ് വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. അതിൽ വരുന്നത് സീരിയൽ നമ്പർ, ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ ഈസി, ആവറേജ്, ഡിഫിക്കൽട്ട്, പിന്നെ സ്കോർ, പെർസെൻറ്റേജ്. ഇങ്ങനെ 4 സ്റ്റെപ്പുകളാണ് രണ്ടാമത്തേതിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്ന് ചോദിച്ചാൽ, ബ്ലൂ പ്രിൻ്റ് ഈസ് എ 3-dimensional ചാർട്ട്. അതെന്താണ്, ഒരു ദ്വിമാന ചിത്രമാണ്. ഗിവിങ് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഒരു വസ്തുക്കളെ കുറിച്ച് നമുക്ക് നോക്കാനും, കണ്ടൻറ്റ് ആശയത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം പ്രാവർത്തികമായി എന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. ആൻഡ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, എങ്ങനെ ക്വസ്റ്റ്യൻസ് വഴി, ഒരു ക്വസ്റ്റ്യൻ ഫോം വഴിയാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് കണ്ടെത്തുന്നത്. അടുത്ത നാലാമത്തേത് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ സ്കോറിംഗ് കീ ആൻഡ് ദ മാർക്കിംഗ് സ്കീം. അപ്പോൾ അതിൽ വരുന്ന 2 സ്റ്റെപ്പ് സ്കോറിംഗ് കീ കണ്ടെത്താനും മാർക്കിംഗ് സ്കീം കണ്ടെത്താനുമാണ്. സ്കോറിംഗ് കീയിൽ 4 കോളാണ് വരുന്നത്, സീരിയൽ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ, വാല്യൂ പോയിൻറ്റ്സ്, സ്കോറിങ്. അപ്പോൾ വാല്യൂ പോയിൻറ്റ്സിൽ അത് ഏതൊക്കെ ആശയത്തിലാണ് വരുന്നത് അതിനെന്ത് ചെയ്യുക, സ്കോർ കൊടുക്കുക. അടുത്ത മാർക്കിംഗ് സ്കീം, ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട്, വാല്യൂ പോയിൻറ്റ്സ്, വാല്യൂ പോയിൻറ്റ് 1, വാല്യൂ പോയിൻറ്റ് 2, അങ്ങനെ കൊടുക്കുക. അതിൽ സ്കോഴ്സ് വരുന്നുണ്ട്, ടോട്ടൽ മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ ABCD ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ ടോട്ടൽ മാർക്ക് എത്രയാണെന്നും കൂടെ കണ്ടെത്താം. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഇതൊക്കെ ചെയ്തവർക്ക് ഈ പറയുന്നതൊക്കെ ഏറ്റവും സിമ്പിളായിരിക്കും, അല്ലാത്തവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അവർ ജസ്റ്റ് ഹാൻഡ് ബുക്ക് ഒന്ന് വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഇതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത്. ഇത് കുറച്ച് വൈഡായിട്ടുള്ള കോളാണ്. അപ്പോൾ 7 കോളം വരുന്നുണ്ട്. ഒന്ന് സീരിയൽ നമ്പർ, അടുത്ത കണ്ടൻറ്റ്, അടുത്തത് ഒബ്ജക്റ്റീവ്, അടുത്ത ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ടി ലെവൽ, സ്കോർ, എസ്റ്റിമേറ്റഡ് ടൈം, അതായത് ഒരു പ്രവർത്തനം ചെയ്യാൻ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ടൈം എത്രയാണെന്നും കൂടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ
അപ്ലൈ ചെയ്ത് തേർഡ് യൂണിറ്റ് നോക്കാം. തേർഡ് യൂണിറ്റ് വരുന്നത് അഡാപ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഷനാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ നീഡ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും, ടീച്ചേഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ തന്നെ 1955 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം കുറച്ച് ഡിസബിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരമാണ്. ഇത് ക്വസ്റ്റ്യനിൽ ഒരു മാർക്കിനൊക്കെ വന്നാൽ ചോദിച്ചാൽ ഒന്ന് എഴുതി വെക്കട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ്. അതായത് കണ്ണിൻ്റെ വിഷ്വൽ, കാഴ്ചയുടേത്. അപ്പോൾ അതിൽ 2 ഐറ്റംസാണ് വരുന്നത്. ഒന്ന് ബ്ലൈൻഡ്നെസ്, അതായത് പൂർണ്ണമായിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ. പിന്നെ പേഴ്സൺ വിത്ത് ലോ വിഷൻ, കാഴ്ചശക്തി കുറച്ച് നഷ്ടപ്പെട്ടവർ, ലോ വിഷൻ ആയവരും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിഷ്വൽ ഇമ്പയർമെൻറ്റിൽ വരുന്നത്. രണ്ടാമത്തത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, കേൾവി ശക്തി 60 ഡെസിബലിൽ താഴ്ന്ന ശബ്ദം കേൾക്കുന്നവരാണ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റിൽ വരുന്നത്. അടുത്തത് ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്. ഫിസിക്കൽ ഇമ്പയർമെൻറ്റിൽ വരുന്നത് മിസ്സിംഗ് ഓർ ഡിഫക്റ്റീവ് ബോഡി പാർട്ട്, അതായത് ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതാവുക, അതായത് ശരീരത്തിൽ ഏതൊരു ഭാഗം നഷ്ടപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് മെൻ്റൽ റിട്ടേർഡേഷൻ ആണ്. അതിൽ വരുന്നത് നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് പോളിയോ ബാധിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടോ അംഗവൈകല്യം ഉണ്ടാവുന്നതിനാണ് മെൻ്റൽ റിട്ടേർഡേഷൻ എന്ന് പറയാം. അടുത്ത 5 ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതായത് അസ്ഥികൾ, എല്ല് എന്നിവയ്ക്കൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാകുന്നതിനെയാണ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്ന് പറയാം. അടുത്ത മെൻ്റൽ ഇൽനെസ്, അതായത് മാനസികപരമായിട്ട്. അപ്പോൾ ഇത്രയാണ് 6 എണ്ണം. ഇത്ര 6 എണ്ണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞിട്ടില്ല, ഒരു 4-5 എണ്ണം എന്തുണ്ട് ലേണിംഗ് ഡിസബിലിറ്റീസായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഡിസ്ലെക്സിയ, അതായത് വായനയിലുള്ള ബുദ്ധിമുട്ട്. ഡിസ്പ്രാക്സിയ, ശരീരത്തിൽ എന്തെങ്കിലും ഘടനയിൽ വന്ന മോട്ടോർ പ്ലാന് ടു മേക്ക് അപ്രോപ്രിയേറ്റ് ബോഡി റെസ്പോൺസസ്, എന്താണ് ബോഡി റെസ്പോൺസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം. അടുത്ത് വരുന്നത് ഡിസ്ഗ്രാഫിയാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി വിത്ത് ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഇൻ ദ ടെക്നിക്കൽ ആസ് വെൽ ആസ് ദ എക്സ്പ്രസീവ് സെൻസ്, അതായത് എഴുത്തിൽ വരുന്ന ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ഇൻ സ്പെല്ലിങ്ങിലൊക്കെ വരുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്കാൽക്കുലേറ്റിയ, അതായത് കാൽക്കുലേഷനിൽ വരുന്ന ബുദ്ധിമുട്ട്, മാത്തമാറ്റിക്സിലേക്ക് ചെറിയ പ്രശ്നം വരുന്നവർക്കുള്ളതാണ് ഡിസ്കാൽക്കുലിയ. അടുത്തത് 5ാമത്തത്. ഇനി അവസാനത്തെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്, ADHD. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി പറയുന്നത് അതിൽ സോഷ്യൽ ചലഞ്ചഡ് സ്റ്റുഡൻസ്, അതായത് പിന്നോക്കാവസ്ഥയിലുള്ള, പിന്നെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, അതായത് അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിനേക്കാളും കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അടുത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ഏതൊരു കുട്ടിക്കും 14 വയസ്സ് വരെ നമ്മുടെ സ്വന്തമായിട്ടുള്ള അയൽപ്പക്ക സ്കൂളിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കുറച്ച് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികളെയും കൂടെ നമ്മുടെ നമ്മളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ്, അവർക്കുള്ള കാര്യങ്ങളുമെല്ലാം കൊണ്ടുവരുന്നതിനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. അടുത്തത് പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് ടെക്നോ പെഡഗോജിയാണ്. ടെക്നോ പെഡഗോജി ഈസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രോണിക്കലി കോഴ്സ് ദാറ്റ് integrate sound pedagogic principles of teaching learning with the use of knowledge. എന്താ അവിടെ പറയുന്നത്, ടെക്നോ പെഡഗോജി എന്ന് പറയുന്നത് ടെക്നോളജിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, ICT യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ പെഡഗോജി ഉണ്ടാക്കുന്നതിനാണ് ടെക്നോ പെഡഗോജി എന്ന് പറയാം. ഈസ് ഡിഫൈൻഡ് ഇലക്ട്രോണിക്കലി, അതായത് ഇലക്ട്രോണിക്കലായിട്ട് ഒരു കോഴ്സാണ്. ദാറ്റ് ഇൻറ്റിഗ്രേറ്റ് സൗണ്ട് പെഡഗോജി, അതായത് കുട്ടികൾക്ക് ഭാഷ കൊടുക്കുന്നത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് വിത്ത് ദ യൂസ് ഓഫ് ടെക്നോളജി, അതായത് പല ഡിസബിലിറ്റിയിലുള്ള കുട്ടികൾക്കും ടെക്നിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനെ പറയുന്നതാണ് ടെക്നോ പെഡഗോജി. പിന്നെ ഇതിൽ പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ICT ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ഒരു ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ് റൂമിൽ ICTൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ്. ഒന്ന്, ICT പ്രൊവൈഡിങ് ദ ആക്സസ് ഓഫ് വൈഡർ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ്. ഈ ICT വരുന്ന
നമുക്ക് ഗൂഗിളൊക്കെ ഒരുപാട് വൈഡർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അടുത്ത ടെക്നോളജി ഗിവ്സ് ഓപ്പർച്യൂണിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വേൾഡ് ഔട്ട്സൈഡ്. ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു സംഭവത്തെ നമുക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ ICT വളരെയധികം യൂസ്ഫുൾ ആണ്. അടുത്ത ടെക്നോളജി ഡെവലപ്സ് ലേണർ ഓട്ടോണമി. ടെക്നോളജി എന്ത് ചെയ്യും, കുട്ടികളിൽ ലേണർ ഓട്ടോണമി ഉണ്ടാക്കും. അടുത്തത് റിക്വയർഡ് ഇൻഫർമേഷൻ വിൽ ബി ഈസിലി ആക്സസിബിൾ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഒരു പഠന വിധേയമാക്കാൻ ഈ ഒരു ICT എന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. വിൽ ബി ഈസിലി, എന്തുകൊണ്ടും ഈസിയാണ്. അടുത്ത ഇതിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് ഒന്ന് ഹൈലി എക്സ്പെൻസീവ് ആണ്. അടുത്തത് നീഡ് ട്രെയിൻഡ് സ്റ്റാഫ്. അതിനെന്ത് ചെയ്യണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അടുത്ത് ഇൻട്രാക്ട് ക്യാൻ ലീഡ് ചിൽഡ്രൻ ടു ലീഡ് അൺസ്യൂട്ടബിൾ സൈറ്റ്സ്. അവരെന്ത് ചെയ്യും, കുട്ടികൾ മറ്റു അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റുകളിലൊക്കെ കയറിയിട്ട് അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ 3rd യൂണിറ്റിൽ വരുന്നത്. ഇനി 4th യൂണിറ്റിൻ്റെ പേര് എക്സ്പ്ലോറിങ് സ്കൂൾ റിസോഴ്സസ് എന്നാണ്. സ്കൂൾ റിസോഴ്സസ് റെഫർ ടു ആൻ അക്കാദമിക്കൽ എൻവയോൺമെൻറ്റ് to facilitate school administration and simplify the teaching learning process. They also include other fundamental materials used in the school to make teaching very easy and learning more meaningful ആൻഡ് കോംപ്രിഹെൻസിബിൾ ടു ദ ലേണേഴ്സ്. എക്സ്പ്ലോറിങ് സ്കൂൾ റിസോഴ്സിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് കൺസെപ്റ്റ് ഓഫ് സ്കൂൾ റിസോഴ്സസ്. അതിനെ പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ. അതായത് ഒരു സ്കൂൾ റിസോഴ്സസിൻ്റെ ആശയം എന്താണെന്നാണ്. സ്കൂളിൽ എന്തുണ്ടാവും, ഒരുപാട് റിസോഴ്സസുകൾ ഉണ്ടാവും. അതൊക്കെ എന്തിനാണ്, കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികൾക്ക് കൂടുതൽ അതിനോടുള്ള മോട്ടിവേഷൻ, അതായത് താല്പര്യമൊക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് എന്തുണ്ടാവുക, സ്കൂൾ റിസോഴ്സസുകൾ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ റിസോഴ്സസാണ് സ്കൂൾ ലൈബ്രറി. എ സ്കൂൾ ലൈബ്രറി ഈസ് എ പ്ലേസ്. അതെന്താ, ഒരു പ്ലേസ് ആണ് where students, staff and often parents have access to variety of reading resources. അപ്പോൾ എന്താണ്, ഈ ഒരു സ്റ്റുഡൻസിന്, അതേപോലെ സ്റ്റാഫിന്, പിന്നെ മറ്റു അധ്യാപക വിദ്യാർത്ഥികൾക്ക്, അതേപോലെ മറ്റ് അധ്യാപക സ്റ്റാഫുകൾക്ക്, പിന്നെ പാരൻസ്, രക്ഷിതാക്കൾക്ക് ഹാവ് ആക്സസ് ടു വെറൈറ്റി ഓഫ് റീഡിങ് സോഴ്സ്. അവിടെ എന്തുണ്ടാവും, റീഡിങ് സോഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള റീഡിങ് സോഴ്സസുകൾ അവിടെ സുലഭമാണ്. അതിനെ സ്കൂൾ ലൈബ്രറി എന്ന് പറയും. എല്ലാ സ്കൂളിലും ഒരു സ്കൂൾ ലൈബ്രറി ഉണ്ടാവും. അടുത്തത് ക്ലാസ് ലൈബ്രറി. സ്കൂൾ ലൈബ്രറി പറഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ലൈബ്രറിയാണ്. ഈ ക്ലാസ് ലൈബ്രറിയിൽ വരുന്നത് ഒരു ക്ലാസ് തന്നെയുള്ള ലൈബ്രറീസാണ്. ക്ലാസ് ലൈബ്രറി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഇൻ സ്കൂൾ. ക്ലാസ് ലൈബ്രറി ഈസ് സെറ്റപ്പ് ഇൻ ആൾ ക്ലാസ്സസ്. അതെന്താ, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. വിത്ത് എ വ്യൂ ടു എൻഹാൻസ് ദ റീഡിങ് സ്കിൽ ഓഫ് സ്റ്റുഡൻസ്. അതെന്തിനാണ്, കുട്ടികളുടെ റീഡിങ് സ്കില്ല് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ക്ലാസ് ലൈബ്രറി ഉണ്ടാവുക. ഇനി അടുത്തത് വരുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബുകളാണ്. ഒരു സ്കൂളിൽ പലതരത്തിലുള്ള ക്ലബ്ബ് ഉണ്ടാകും. അതിലൊന്നാണ് ഇംഗ്ലീഷ് ക്ലബ്ബ്. ലാംഗ്വേജ് പഠിക്കാനൊക്കെ എന്താണ്, ഇംഗ്ലീഷ് ക്ലബ്ബ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കുട്ടികൾക്ക് അതെന്ത് ചെയ്യുക, അവർക്ക് അത് മെച്ചപ്പെടുത്താൻ കഴിയും. ദർ ആർ മെനി ക്ലബ്സ് ഫങ്ഷനേറ്റിംഗ് ഇൻ സ്കൂൾസ് ഇൻ കേരള. അതായത് കേരളത്തിലെ എല്ലാ സ്കൂളിലും പലതരത്തിലുള്ള ക്ലബ്സ് ഉണ്ട്. ദ മേജർ എയിം ഓഫ് സച്ച് ക്ലബ്സ്, ഇതിൻ്റെയൊക്കെ എയിം എന്താ, ടു ബിൽഡപ്പ് ലിറ്റററി സ്കിൽസ്, പിന്നെ ലൈഫ് സ്കിൽസ് ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി എമംഗ് ദ ചിൽഡ്രൻ. കുട്ടികളിൽ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനൊക്കെ ഒരു ക്ലബ്ബ് എന്താണ്, കുട്ടികളിൽ തന്നെയാണ് അവരെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഒക്കെ കണ്ടെത്തുക. അപ്പോൾ കുട്ടികളിൽ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ക്ലബ്ബ് സഹായിക്കും. ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നല്ല, മറ്റു ക്ലബ്ബുകളൊക്കെ സഹായിക്കും. ഇംഗ്ലീഷ് ഡേ സെലിബ്രേഷനാണ്. ഡേ സെലിബ്രേഷൻ അതായത് ഏതെങ്കിലും ദിനാചരണത്തെ, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ദിനാചരണങ്ങൾ ആഘോഷിക്കുന്നതിനെയാണ് ഡേ സെലിബ്രേഷൻ എന്ന് പറയാം. സെലിബ്രേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആർ റിയൽ പ്ലാറ്റ്ഫോം ഫോർ സ്റ്റുഡൻസ്. അതെന്താണ്, ഒരു റിയൽ പ്ലാറ്റ്ഫോമാണ് കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനൊക്കെ. ടു പെർഫോം ബിഫോർ ദെയർ പാരൻസ്, അവരുടെ പാരൻസിൻ്റെ മുന്നിൽ, സൊസൈറ്റിൻ്റെ മുന്നിൽ, പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ എന്ത് പെർഫോം ചെയ്യാനും അവരുടെ കഴിവുകൾ തെളിയിക്കാനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് എന്ത്, ഇംഗ്ലീഷ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അത് റീഡിങ് കോർണർ എന്തുണ്ടാവും, എല്ലായിടത്തും ഒരു സ്കൂളിൽ റീഡിങ് കോർണർ ഉണ്ടാവും. അപ്പോൾ റീഡിങ് കോർണറിൽ എന്താ വരിക, റീഡിങ് കോർണർ ഈസ് എ ബെറ്റർ സ്കൂൾ റിസോഴ്സസ് ഫോർ ഇംപ്രൂവിങ് റീഡിങ് ഹാബിറ്റ് ഓഫ് ചിൽഡ്രൻ.
കുട്ടികളിൽ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കാനും വേണ്ടി ഒരു ബെസ്റ്റ് റിസോഴ്സസ് ആണ് ഇത്. ഇറ്റ് ഷുഡ് ഹാവ് എ വെറൈറ്റി ഓഫ് കളക്ഷൻ. അതിലെന്തുണ്ടാവും? വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. ആസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. എന്തൊക്കെയാണ് ന്യൂസ് പേപ്പർ, പിന്നെ പീരിയോഡിക്കൽസ്, പിന്നെ ഷോർട്ട് സ്റ്റോറീസ്, പിക്ചർ സ്റ്റോറീസ്, സിമ്പിൾ പോയംസ്, റൈംസ്, അതേപോലെ റൈറ്റപ്പ് എക്സെട്ര. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് റീഡിംഗ് കോർണറിൽ ഉണ്ടാവുക. അടുത്തത് വരുന്നത് ഇംഗ്ലീഷ് ഫെസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ഫെസ്റ്റ് നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ആഘോഷിക്കുന്നതാണ്. സ്കൂൾ ഇൻ കേരള ഹാവ് ബീൻ ഓർഗനൈസിങ് ഇംഗ്ലീഷ് ഫെസ്റ്റ് ഫോർ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ്. അതായത് ഇംഗ്ലീഷ് ഫെസ്റ്റിൽ എന്തുണ്ടാവും? കേരളത്തിൽ സുലഭമായി ഒന്നാണ് ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഫെസ്റ്റിൽ എന്താണ്? കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ആക്ടിവിറ്റീസ്, ഗെയിംസ് ഒക്കെ കൊടുക്കുന്നതാണ് ഇംഗ്ലീഷ് ഫെസ്റ്റ്. ദ സ്റ്റുഡൻസ് കം ഔട്ട് freely exhibiting their learning product and performance in English. എന്താണ്? അവരെന്ത് ചെയ്യാണ്? കുട്ടികൾ ഫ്രീ ആയിട്ട് വന്നിട്ട് അവരുടെ ഗെയിം കളിച്ചു പോവുക, അവർക്ക് ഇംഗ്ലീഷിൽ പെർഫോം ചെയ്യാൻ അവസരം കൊടുക്കുക. ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ഇംഗ്ലീഷ് ഫെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തത് ഇൻഫോർമേഷണൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT ആണ് അടുത്ത റിസോഴ്സസ്. ICT സ്റ്റാൻഡ്സ് ഫോർ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് set of technological tools and resources used to communicate and create, disseminate, store ആൻഡ് മാനേജ് ഇൻഫർമേഷൻ. അതായത് ICT എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് പഠന വിധേയമാക്കാനും സ്കൂൾ റിസോഴ്സൊക്കെ ആയി ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് കുട്ടികളൊക്കെ എന്താണ്? ICTയുമായിട്ടാണ് ഇപ്പോൾ ബന്ധിപ്പിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഏറ്റവും ഒരു പാഠപുസ്തകം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ICT മുന്നിൽ വെച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലെന്താണ്? എന്തുകൊണ്ടും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ICT helps to prepare individually to be technically fit for the workplace. നമുക്ക് എന്താ ചെയ്യുക? ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരൊക്കെ അത് എന്ത് ചെയ്യുക? ഒരു കാര്യത്തിനെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ICT ഉപയോഗിക്കാൻ പറ്റും. ആക്സസ് ടു റിമോട്ട് ലേണിംഗ് റിസോഴ്സ്. നമുക്ക് എന്ത് ചെയ്യുക? ഒരു റിസോഴ്സസ് ആയിട്ട്, ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാം. അടുത്ത പ്രോസസ്സിങ് നോളജ്. അവിടെ എന്തുണ്ടാവും? ഒരുപാട് അറിവുകൾ നമുക്ക് ICTയിൽ നിന്ന് കിട്ടും. അടുത്തത് വരുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നാണ്. അതായത് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതിനാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ് അതായത് CL ഈസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് to teaching and learning that involves groups of learners working together to solve a problem, complete a task or create a പ്രൊഡക്റ്റ്. എന്താണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനൊക്കെ എന്താണ്? കുട്ടികൾ പരസ്പരം ഗ്രൂപ്പായി ചെയ്യുന്നതിനെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ അടുത്തത് സ്ട്രാറ്റജീസ് ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. അതിൽ വരുന്നത് തിങ്ക് അല്ലെങ്കിൽ റൈറ്റ്, അതാണ് ഫസ്റ്റത്തത്. പിന്നെ പെയർ, ഷെയർ. ഇത്രയാണ് സ്ട്രാറ്റജീസ് ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗിൽ വരുന്നത്. തിങ്ക് ഓർ റൈറ്റ്, പെയർ, ഷെയർ. ഇത് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇനി കൺസെപ്റ്റ് മാപ്പിംഗ്. കൺസെപ്റ്റ് മാപ്പ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സെമ്മിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കൺസെപ്റ്റ് മാപ്പ് ഈസ് എ കൊളാബറേറ്റീവ് ലേണിംഗ് ടെക്നിക് ദാറ്റ് അലൗസ് സ്റ്റുഡൻസ് വർക്കിംഗ് ഇൻ ഗ്രൂപ്സ് എ വേ ഓഫ് ഇല്ലുസ്ട്രേറ്റിംഗ് ദ കൺസെപ്ഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടേംസ് ഓർ concepts covered in a course instructional. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെ പറയുന്നത്? കൺസെപ്റ്റ് മാപ്പിംഗ് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? നമ്മൾ യൂണിറ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് മാപ്പാണ്. ഇത് പറഞ്ഞത് ഒരു വിഷയത്തെക്കുറിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊരു പ്രവർത്തനം കൊടുക്കുകയാണ് കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കുക. അപ്പോൾ രോഗങ്ങളെക്കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച്, അതായത് പക്ഷികളെക്കുറിച്ചോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൺസെപ്റ്റ് മാപ്പ് ചിത്രീകരിക്കാനാണ്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കൂടുതൽ അത് എന്തേക്കാരം ചെയ്യാൻ താല്പര്യമുള്ള കാര്യമാണ്. അടുത്ത വരുന്നത് ഡിബേറ്റ് ആണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടീച്ചിങ് സ്ട്രാറ്റജി ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സ്ട്രെങ്തൻ സ്റ്റുഡൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് സ്കിൽ. ഡിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ്സിൽ നടക്കുന്ന കൊളാബറേറ്റീവിലായിട്ട് നടക്കുന്ന ഒരു ചർച്ചേനെയാണ് ഡിബേറ്റ് എന്ന് പറയാം. ഇതെന്തെങ്കിലും കുട്ടികൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാക്കാനൊക്കെ ഡിബേറ്റുകൾ സാധിക്കും. അതേപോലെ കുട്ടികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്താനൊക്കെ ഡിബേറ്റുകൾ സാധിക്കും. അപ്പോൾ അടുത്തത് പറയുന്നത് ഗ്രൂപ്പ് വർക്ക്സ് ആണ്. ഇൻ ഗ്രൂപ്പ് വർക്ക് സ്റ്റുഡൻസ് വർക്ക് ടുഗദർ ഷെയറിംഗ് വർക്ക് ലോഡ് വിത്ത് ഇൻ്റർപേഴ്സണൽ
ഇൻ്റർ റിലേഷൻസ്. എന്താണ് ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് ഒരുപാട് വർക്ക് തരുമ്പോൾ അതെന്ത് ചെയ്യാണ്, വർക്ക് ലോഡ് മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പിലെ മറ്റാളുകളിലേക്കും ഷെയർ ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുക. അതെന്തുകൊണ്ടും എഫക്റ്റീവാണ് ഒരു ക്ലാസ് റൂമിൽ. അടുത്തത് ലാംഗ്വേജ് ഗെയിംസ്. ഗെയിംസ് ആർ എഫക്റ്റീവ് വേ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് what they have learned in the classes. It is an interesting method to practice a new vocabulary. ലാംഗ്വേജ് ഗെയിംസ് എന്നാണ് കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നാണ് ഗെയിംസ്. അപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ഓരോ പാഠഭാഗത്തിന് ബേസ് ആയിട്ടുള്ള ഗെയിംസ് കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള താല്പര്യമൊക്കെ കൂടും. അടുത്ത ഡ്രാമറ്റൈസേഷൻ, അതായത് ഒരു കാര്യത്തിനെ വിഷ്വലൈസ് ചെയ്യുക, ഇമാജിനേറ്റ് ചെയ്യുക, അതിനാണ് ഡ്രാമറ്റൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത റോൾ പ്ലേ. റോൾ പ്ലേ എന്താണ്? റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്ലേസ് ടു ഇമാജിൻ, പ്ലേ ആൻഡ് പ്രിട്ടൺ. ഇറ്റ് പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് സ്കിൽസ് ടു ദ പെർഫോമർ. അതായത് റോൾ പ്ലേ എന്ന് പറയുന്നത് ക്ലാസ്സിൽ അഭിനയിക്കുന്നതിനെയാണ് റോൾ പ്ലേ എന്ന് പറയും. അതെന്ത് ചെയ്യും, കുട്ടികളുടെ ഒരുപാട് സ്കിൽസ് വർദ്ധിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. അടുത്ത ഡിസ്കഷൻ, ചർച്ചകൾ. ഡിസ്കഷൻസ് ഈസ് എ മെത്തഡോളജി യൂസ്ഡ് ടു എൻഹാൻസ് സർട്ടൈൻ സ്കിൽസ് എമംഗ് ചിൽഡ്രൻ സ്കൂൾസ്. ഇൻ ദിസ് മെത്തേഡ് the group of students is given a topic or a situation, given a few minutes to that about the same, and then asked to discuss the topic. അതായത് ക്ലാസ്സിൽ എന്ത് ചെയ്യാണ്, ഒരു ചർച്ചയ്ക്ക് വിഷയം കൊടുക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ അതെന്ത് ചെയ്യാണ്, ചർച്ച ചെയ്ത് ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തിട്ട് ആശയത്തിലെത്താണ്. അപ്പോൾ ഇതിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കും, അതായത് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും, പിന്നെ ഇൻ്റർപേഴ്സണൽ സ്കില്ല് വർദ്ധിപ്പിക്കും, മോട്ടിവേഷണൽ സ്കില്ല് ഉണ്ടാക്കും, ടീം ബിൽഡിംഗ് സ്കില്ല് ഉണ്ടാക്കും, അനലിറ്റിക്കൽ സ്കില്ല്, അതേപോലെ ഡൈവേർജൻ്റ് തിങ്കിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ഡിസ്കഷനിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്, സ്കിൽസുകളാണ്. ഇനി ഇതിൽ വരുന്ന ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ആക്ഷൻ റിസർച്ച് ഈസ് എ ഫോർമാറ്റിക് സ്റ്റഡി കോമൺലി പ്രാക്ടീസ്ഡ് ബൈ ക്ലാസ് റൂം ടീച്ചേഴ്സ്. ക്ലാസ് റൂം ടീച്ചേഴ്സിന് കുട്ടികളെ കുറിച്ച് ഒരു കൂട്ടം കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് പഠിക്കുന്നതാണ് ആക്ഷൻ റിസർച്ച്. ബേസിക്കലി ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പ്രോഗ്രസ് ഡീലിംഗ് വിത്ത് എ പ്രോബ്ലം ഇൻവെസ്റ്റിഗേഷൻ, ടേക്കിംഗ് ആക്ഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് എബൌട്ട് ദ റിസൾട്ട് ഓഫ് ആക്ഷൻ. നമ്മൾ എന്താ ചെയ്യുക, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു കൂട്ടം കുട്ടികൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിൽ പല ആക്ടിവിറ്റീസും അപ്ലൈ ചെയ്യുന്നതിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുക. ആക്ഷൻ റിസർച്ച് ആണ് റിസോഴ്സസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ആക്ഷൻ റിസർച്ച് എന്താണ്, ഒരു ലാംഗ്വേജ് ലേണിങ്ങിന് ഒരു പ്രധാനപ്പെട്ട റിസോഴ്സസ് ആണ്. ഇനി ഫോർമാറ്റ് ഓഫ് ആക്ഷൻ റിസർച്ചിൽ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് സെലക്ട് ചെയ്യുക. പിന്നെ ഫോർമുലേഷൻ ഓഫ് ദ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക, നമ്മൾ ചെയ്തതാണ് ആക്ഷൻ റിസർച്ച് ഒക്കെ. കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, പിന്നെ കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത് ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്സ്. ഇനി പറയുന്നത് റീഡിങ് ടെക്സ്റ്റ് ആണ്, അതായത് ടെക്സ്റ്റ് വായിച്ചു കണ്ട് കുട്ടികളിൽ എന്ത് ചെയ്യും, ഒരു പരിധി വരെ കുട്ടികൾക്ക് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ റീഡിങ് ടെക്സ്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളതാണ് 3 പോയിൻറ്റ്സ്. അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് ചിൽഡ്രൻ, അടുത്തത് സിമ്പിൾ ആൻഡ് കോംപ്രിഹെൻസിബിൾ, അടുത്തത് അട്രാക്റ്റിംഗ് ലേ ഔട്ട് ആൻഡ് ഡിസൈൻസ്. ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ലേ ഔട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ റീഡിങ് ടെക്സ്റ്റിൻ്റെ ഫീച്ചേഴ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് 4th യൂണിറ്റിലും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നാളെയാണ് എക്സാം. വീണ്ടും ക്ലാസ് കേൾക്കുക. ആകെ 3 ക്ലാസ്സേ ഉള്ളൂ. ഒരു 3 മണിക്കൂറില്ല, 2.5 മണിക്കൂർ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഇതിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ 3rd സെം വരെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും കിട്ടുന്ന സമയത്തൊക്കെ വീണ്ടും ക്ലാസ് കേട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഒപ്പം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഹാൻഡ് ബുക്കും കൂടെ വെച്ചിട്ട് ഒന്ന് പോവുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്താനൊക്കെ പറ്റും ഇമ്പോർട്ടൻ്റ്. പിന്നെ ലെക്ചർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സാം കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ ലെക്ചർ എടുത്ത് എഴുതിയതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോവുക. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാസ് മാർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. ക്ലാസ്സിൽ എക്സാം ഹാളിന് കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യുക, ടെൻഷനൊന്നും ഇല്ലാതെ ഒക്കെ ഫ്രീ മൈൻഡഡ് ആയിട്ട് നമ്മളൊക്കെ പഠിച്ച് സെറ്റായി പോയതാണെന്നുള്ള മൈൻഡിൽ പോവുക. ഫ്രീ ആയിട്ട് ലെക്ചർ എഴുതിയതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെ മറക്കണ്ട, ഹാൾ ടിക്കറ്റും പെന്നൊക്കെ കൊണ്ടുപോവുക. പിന്നെ ഇനി
എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ മതി, അടുത്ത് ഞാൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ആൾ ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്.